ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റ് ഉപയോഗിക്കുന്ന മൈൻഡ് ഗെയിം നമുക്കറിയാം. നാർസിസ്റ്റ് പലപ്പോഴും പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിക്ടിമിനെ വീഴ്ത്തുക. അത്തരം മൈൻഡ് ഗെയിം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പറയാത്ത കുറച്ച് മൈൻഡ് ഗെയിമും കൂടി ഇന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നാർസിസ്റ്റ് പലപ്പോഴും പൊട്ടം കളിക്കും. പൊട്ടം കളിക്കും എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത പോലെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന പോലെ അഭിനയിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തന്നെ ഇയാൾ ഇന്നസെൻ്റാണ്, ഇയാൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്നൊക്കെ തോന്നിപ്പോവും. ആ തോന്നിപ്പോയി കഴിഞ്ഞാൽ ഇവർ വിജയിച്ചു. അതായത് പലപ്പോഴും ഇവരുടെ കള്ളങ്ങൾ പിടിക്കുന്ന സമയത്ത് ഞാനിതൊന്നും അറിയില്ല, നീ എന്താണ് പറയുന്നത് എന്ന രീതിയിൽ ഇവർ പൊട്ടം കളിക്കും. അതായത് അറിയാത്തതുപോലെ അഭിനയിക്കും. ഇത്തരം സാഹചര്യത്തിൽ വിക്ടിമും കൂടെയുള്ളവരൊക്കെ ഞെട്ടിപ്പോവും. അവർ ഇയാളുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ ഇവരുടെ നിഷ്കളങ്കത ബോധ്യപ്പെടുന്ന രീതിയിൽ ഓക്കെ ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും. അതായത് നാർസിസ്റ്റ് മൈൻഡ് ഗെയിമിലൂടെ, ഇത്തരം അഭിനയത്തിലൂടെ ആൾക്കാരെ കയ്യിലെടുക്കുന്ന അർത്ഥം. രണ്ടാമത്തത് റീഫ്രെയിമിങ്. അതായത് അവരെന്ത് ചെയ്യും, അവരുടെ തെറ്റുകൾ നിങ്ങളുടെ ട്രോമയായിട്ട് വിലയിരുത്തും. അത് ആർക്കും അറിയുകയുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു എക്സാമ്പിൾ അറിയാം. ഇവിടെ നാർസിസ്റ്റാണ് ഹസ്ബൻഡ് ഒരു തെറ്റ് ചെയ്തു. തെറ്റ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു തെറ്റ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിഹിതം തന്നെ എടുത്തോ. ഇത് ഭാര്യ പിടിച്ചു. അങ്ങനെ അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഭാര്യ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി, തർക്കിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി, ആൻസൈറ്റിയൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൗൺസിലിങ്ങിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ട് കാണുന്ന ആർക്കായിരിക്കും? ഭാര്യക്കായിരിക്കും. ബന്ധത്തിൽ വിള്ളൽ വീണു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ഇതുവരെ നടന്ന അവിഹിതമൊക്കെ ഒറ്റയടിക്ക് ടെസ്റ്റ് ചെയ്യും, മാറ്റിമറിക്കും. എന്നിട്ട് പറയും, ഇവൾക്ക് ചെറുപ്പത്തിലേ ട്രോമ ഉണ്ടായിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഇവളുടെ അമ്മ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, അത് അവൾ അന്നേ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിഷമം ഇപ്പോൾ അവൾക്കുണ്ട്. അപ്പോൾ ഈ സംഭവം അവളുടെ ആ അന്നത്തെ ട്രോമ ഉണർന്നതാണ്, അല്ലെങ്കിൽ ആ ട്രോമ ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ സാർ അതൊന്ന് റെഡിയാക്കി തരണം. എന്താണ് സംഭവം മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് റീഫ്രെയിം ചെയ്തു. ഇങ്ങനെയുള്ള കുബുദ്ധി ഉപയോഗിക്കാത്ത നാർസിസ്റ്റിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏകദേശം എണ്ണൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പഴയ ട്രോമയിലേക്ക് ഒറ്റ കുത്തിക്കയറ്റൽ. ഇത് വിശ്വസിക്കാൻ കുറേ മണ്ടം മാറും. കുറേ ഇങ്ങനെ വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ നിലവിലുള്ള ട്രിഗറോ നിലവിലുള്ള ഇഷ്യൂസോ നിലവിലുള്ള പ്രോബ്ലമോ ഇവർക്ക് മനസ്സിലാവുന്നില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അവർ മീഡിയേഷൻസിലുള്ള ആൾക്കാരാവട്ടെ, സൈക്കോളജിസ്റ്റുകളാവട്ടെ, ആരോ ആവട്ടെ. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നിലവിലെ ഇഷ്യൂ എത്രത്തോളം ഗൗരവമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നിർബന്ധമായ കാര്യമാണ്. അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് ഗെയിമിൽ ആരും പെടും. വിക്ടിം മാത്രമല്ല, നിങ്ങളും പെട്ടു എന്നർത്ഥം. മൂന്നാമത്തെ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റീവ് പ്രൈസാണ്. അതായത് നമ്മളെ അവർ അഭിനന്ദിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അഭിനന്ദനമാണോ? അല്ല. പക്ഷേ നമ്മളൊക്കെ ആ സമയത്ത് ഒന്ന് ധൃതങ്ക പുളകിതനാവും. നമുക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം. പക്ഷേ നമ്മൾ ആ സമയത്ത് ഇയാൾ നല്ലതാണ് പറഞ്ഞെന്ന് വിചാരിക്കും. എന്നാൽ നല്ലതേ ആയിരിക്കില്ല, നമ്മൾ ഏറ്റവും ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകളായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഭാര്യയാണ് വിക്ടിം. അപ്പോൾ ഭാര്യ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് ഭർത്താവ് പറയാണ്, എല്ലാവരും ഉണ്ട്, ഒരുപാട് പേര് അവിടെ സദസ്സിലുണ്ട്. അപ്പോൾ ഭർത്താവ് പറയാണ്, ഇവളെ ഫുഡ് നാവ് തൊടാൻ പറ്റില്ല, പക്ഷേ ഇന്ന് എന്ത് ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആക്ച്വലി അവിടെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്നാലോ അതല്ല, ഇവളെ ഫുഡ് തീരെ പോരാ, ഇന്നെന്തോ ഭാഗ്യത്തിന് നന്നായി എന്ന ഒരു പ്രതീതിയും കൂടി അവിടെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇവളത്ര ഫുഡ് ഉണ്ടാക്കാൻ മെച്ചപ്പെട്ടവളല്ല, ഇന്നെന്തോ നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് നല്ല ഫുഡ് കിട്ടുകയും ചെയ്തു എന്നും. അപ്പോൾ ഈ രീതിയിൽ മാനിപ്പുലേറ്റീവ് പ്രൈസ്, അഭിനന്ദിക്കുന്നത് പോലെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാലാമത്തെ മൈൻഡ് ഗെയിമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, നോൺ അപ്പോളജി. അതായത് ഇവർ മാപ്പ് പറയും, എന്നാൽ യഥാർത്ഥത്തിൽ മാപ്പായിരിക്കില്ല, ഒരു കോപ്പുമായിരിക്കില്ല. ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. ഈ വിക്ടിമൊക്കെ നമ്മളോട് പറയുന്നത്, അയാൾ ഇടക്കിടക്ക് അല്ലെങ്കിൽ അവൾ ഇടക്കിടക്ക് മാപ്പ് പറയുന്നുണ്ടല്ലോ, നിങ്ങളല്ല പറയുന്നത് അവരുടെ തെറ്റ് അംഗീകരിക്കില്ല, സോറി പറയൂല എന്ന്. പക്ഷേ എന്നോട് എത്ര പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് അവർക്ക് പറയാൻ ഒരു പണിയുമില്ല. അവർക്കറിയാം കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന്. നമ്മൾ കഴുതിയായിട്ട് കണ്ടിട്ട് ചിലപ്പോൾ കാലും പിടിക്കും. എന്നാൽ ഈ കാല് പിടിക്കുന്നത് ആത്മാർത്ഥതയോട് കൂടി ആയിരിക്കില്ല. സോറി പറയുന്നത് ഒരിക്കലും ആത്മാർത്ഥത കൂടി ആയിരിക്കില്ല. നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. അവർ സോറി പറയുന്നത് ഒരു എക്സാമ്പിളോടുകൂടി നോക്കാം. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ
ഞാൻ സോറി പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ സോറി പറഞ്ഞു. എന്നാൽ സോറിയാണോ? ഒരു സോറിയും ഇല്ല. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ കാര്യമായ കാര്യമാണ് പറഞ്ഞത്, നീ സെൻസിറ്റീവായി എടുത്തുകൊണ്ട് നിനക്ക് വിഷമമുണ്ടായി, അങ്ങനെ നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം. അതായത് ആരെ തെറ്റാണ്? നിൻ്റെ തെറ്റാണ്, നീ സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. ഈ രീതിയിലാണ് അവരുടെ മൈൻഡ് ഗെയിമായ സോറി പറയുക. ഇതിൽ പല ആൾക്കാരും വീഴുകയും ചെയ്യും. അടുത്ത അവരുടെ പ്രധാനപ്പെട്ട ഒരു മൈൻഡ് ഗെയിമാണ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കുക, കംപ്ലീറ്റ് ശ്രദ്ധ തിരിക്കും. സംസാരിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് അവരെന്ത് ചെയ്യും? സബ്ജക്റ്റ് മാറ്റും. ഈ സബ്ജക്റ്റ് മാറ്റുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമ്മൾ എന്താണോ ചർച്ച ചെയ്യുന്നത് അതവിടെ ഇല്ലാതായിട്ട് മാറും. അപ്പോൾ ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഒരു തെറ്റ് സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തെളിവ് നിരത്താൻ വേണ്ടി വന്നതായിരിക്കും. ഈ സമയത്ത് ഇവർക്കറിയാം ഈ സബ്ജക്റ്റിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് തൽക്കാലം മാറ്റിവെക്കാം, മറ്റൊരു സബ്ജക്റ്റ് ഇടാം എന്ന് അവർ തീരുമാനിക്കും. ഉടൻ തന്നെ അവരെന്ത് ചെയ്യും? ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഷിഫ്റ്റ് ചെയ്യും. ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലാവുക പോലുമില്ല. അങ്ങനെ മനസ്സിലാവാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഈ വിക്ടിം അടക്കമുള്ള ആൾക്കാർ മറ്റേ സബ്ജക്റ്റിൽ കൂടും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ആദ്യം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അവിടെ മുങ്ങിക്കളയുകയും ചെയ്യും. രണ്ടാമത്തെ സബ്ജക്റ്റിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടാവും. രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവർക്ക് നല്ല ധാരണയുള്ളൊരു വിഷയം കൂടിയായിരിക്കും. അതായത് വിക്ടിമിന് വലിയ ധാരണയൊന്നുമില്ല, എന്നാൽ നാസിസ്റ്റായ വ്യക്തിക്ക് കൃത്യമായ ധാരണയുള്ള ഒരു വിഷയമായിരിക്കും. അതോടെ ആർക്ക് മേൽക്കൈ കിട്ടും? നാസിസ്റ്റിന് മേൽക്കൈ കിട്ടും. അങ്ങനെ നാസിസ്റ്റ് ആ തർക്കത്തിലോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിലോ അത് പോട്ടെ ഒരു ചർച്ചയിലാണെങ്കിൽ വിജയിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത് അവർ ഉപയോഗിക്കുന്ന മൈൻഡ് ഗെയിം. അടുത്ത ഇവരുടെ പ്രധാനപ്പെട്ട മൈൻഡ് ഗെയിമാണ് സൈക്കിക് റീഡിങ്. അതായത് നമ്മുടെ മനസ്സ് അവർ പറയും. നമ്മുടെ മനസ്സിൽ ഏകദേശമുള്ള പ്ലാനുകളൊക്കെ ഇവർ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. നിൻ്റെ മനസ്സെനിക്കറിയാം, നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് അറിയാം, ഇങ്ങനെയൊക്കെ പറയും. മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള അതീവ രഹസ്യമായ ചില കാര്യങ്ങൾ ഇവർ പരസ്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഇയാൾക്കെല്ലാം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവൾക്കെല്ലാം അറിയുന്നുണ്ട്, ഇവളെ മുമ്പിൽ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞ ചില ഇൻഫോർമേഷൻ ഇവർ സൂക്ഷിച്ചു വെക്കുകയും അതിനെ ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്ത് പറയുകയും ചെയ്യായിരിക്കും. എന്നാൽ അതിൽ ആര് വീഴും? അതിൽ നമ്മൾ വീഴും. ഇതാണ് മറ്റൊരു മൈൻഡ് ഗെയിം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവരുപയോഗിക്കുന്നൊരു തന്ത്രമാണ് സ്കോർ കീപ്പിംഗ്. അതായത് നമ്മുടെ ചെറിയ തെറ്റുകൾ അവർ നിധി പോലെ സൂക്ഷിക്കും. നമ്മൾ മുമ്പ് ചെയ്ത പാർട്ട്നേഴ്സ് ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചെയ്ത എന്തെങ്കിലും തെറ്റ് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കറിയാമെങ്കിൽ അവരത് സൂക്ഷിച്ചു വെക്കും. ഈ സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാണ്? ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും മോശത്തരം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും? ഈ സാധനം എടുത്തിടും. പോട്ടെ, അതൊന്നും വേണ്ട. ഇവർക്ക് എപ്പോഴൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ തെറ്റ്, നിധി പോലെ സൂക്ഷിച്ച ഈ തെറ്റ് പുറത്തിടുകയും ചെയ്യും, നമ്മളെ ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം കൂടി പറഞ്ഞു നിർത്താം. ഇൻഫോർമേഷൻ സ്റ്റാർവേഷൻ. അതായത് നമ്മളോട് ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കും. ഈ മറച്ചു വെക്കുന്നതിലൂടെ അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക നാസിസ്റ്റും ചെയ്യുന്നൊരു ഏർപ്പാടാണ് അവരുടെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി അവർ കൂടുതൽ പറയില്ല, എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് നല്ല രീതിയിൽ പറയും. ഈ ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സഹിക്കും, ക്ഷമിക്കും. മാത്രവുമല്ല നമ്മൾ എല്ലാത്തിലും പിശുക്ക് കാണിക്കും, എല്ലാത്തിലും കൺട്രോൾ ചെയ്യും. എന്നാൽ അവർക്ക് ഒരുപാട് സേവിങ്സോ മറ്റൊക്കെ ഉണ്ടാവും. ഇതൊന്നും പറയില്ല. ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ സ്വഭാവമൊക്കെ മാറ്റി, നമ്മൾ പിശുക്കൊക്കെ മാറ്റി നമ്മൾ ലാവിഷാവും. അപ്പോൾ ആക്ച്വലി ഇവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ഇൻഫോർമേഷൻ ഒഴിവാക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അവർ മറച്ചു വെക്കും. മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർ നല്ലൊരു മനുഷ്യരും മറ്റുള്ളവരൊക്കെ മോശക്കാരാവുകയും ചെയ്യും. അതായത് ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരേ സമയത്ത് തങ്ങളുടെ തെറ്റ് മറക്കാൻ വേണ്ടിയിട്ടും ഒരേ സമയത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻഫോർമേഷൻ പിടിച്ചു വെക്കും. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ, അതായത് ഇവരുടെ ഭാഗത്ത് ന്യായമുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഉപകാരമുള്ള എല്ലാ ഇൻഫോർമേഷൻ പറയുകയും ചെയ്യും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും പറയാനുള്ളത്. ഇനിയും ഒരുപാട് മൈൻഡ് ഗെയിം പറയാനുണ്ട്. നമുക്ക് എന്താക്കാം, ഘട്ടം ഘട്ടമായിട്ട് പറയാം. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കും. വീണ്ടും കാണാം. നന്ദി.